എൻ്റെ പേര് രാജേഷ്, ട്രിവാൻഡ്രം വല്യവിളിയിൽ നിന്നാണ്. ഇങ്ങനെ ഒരു ധ്യാനത്തിന് വരണമെന്നോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു മദ്യപാനിയല്ല, സ്ഥിരം കുറച്ച് ദിവസം കൊണ്ട് മദ്യത്തിനും അഡിക്റ്റായിപ്പോയി. അപ്പോൾ എൻ്റെ വൈഫും ജിനു ബ്രദറും കൂടെ ഒരു ധ്യാനം പ്ലാൻ ചെയ്തു. പക്ഷേ വൈഫ് എൻ്റെ പറഞ്ഞില്ല. വൈഫ് എൻ്റെ ഈ കാര്യമേ ചർച്ച ചെയ്തില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ജോലിക്കെന്ന് പറഞ്ഞിറങ്ങി. അവിടെ ഈ ബ്രദർ പറഞ്ഞ പോലെ റോക്കറ്റ് വിടുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനാണ് ഞാൻ, VSSI. അപ്പോൾ അവിടെ ഞാൻ കയറാറില്ല. ഞാൻ പോകും, തല കാണിക്കാൻ ഇറങ്ങും, ബാറിൽ പൊരുന്നടിക്കും, കറങ്ങി നടക്കും, 5 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ എന്നോടൊന്നും വൈഫ് പറയാറില്ല, ഇയാൾ എത്രത്തോളം പോകുന്നതെന്ന് നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ രാത്രി ഫുഡ് കൊണ്ടുവരുമ്പോൾ ഞാൻ അങ്ങനെ ദേഷ്യം കാണിക്കും, ഇങ്ങനത്തെ ഫുഡൊന്നും എനിക്കിഷ്ടമല്ല, നല്ല ഫുഡ് കൊണ്ടാന്ന് പറഞ്ഞ് ദേഷ്യം കാണിക്കും. അപ്പോൾ ഇതേപോലെ ജിനു ബ്രദർ ഇവിടുത്തെ ഒരു കൊന്ത കൊണ്ട് തന്നു. എനിക്കറിയില്ലായിരുന്നു. ഈ കൊന്ത ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ വൈഫ് എടുത്ത് എൻ്റെ കഴുതിയിട്ട് വന്നു. എനിക്കറിയില്ല. എൻ്റെ ഈ കൊന്ത എടുത്ത് കഴുതിയിട്ട് വന്നു. പിറ്റേ ദിവസം മുതലും ഞാൻ കഴിക്കാറുണ്ട്, പക്ഷെ ദേഷ്യമില്ല. ഞാൻ വെള്ളം അടിക്കാറുണ്ട്, പക്ഷെ ദേഷ്യമില്ല. ഈ ധ്യാനത്തിന് വരണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം 2-ാം തീയതി ധ്യാനത്തിന് വരുന്നതെന്ന് ചോദിച്ചു, ആലപ്പുഴ. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതിനു മുമ്പേ അനുഗ്രഹമല്ല 2-3 ധ്യാനം കൂടിയതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പ്രാർത്ഥിക്കാനോ, ഞാൻ ചാപ്പലിൽ പോരുന്നതാണ് കൊന്ത പഠിക്കുന്നത്. കുറച്ച് നാൾ കൊണ്ട് ദൈവമായിട്ട് വലിയ ടച്ചില്ല. ഈ മദ്യം എന്താണോ ഏതാണോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ദൈവമായിട്ട് ഏതൊരു ഇതുമില്ല, പള്ളിയിൽ പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഇങ്ങനെ ഒരു ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിൻ്റെ ഒരു പേടി, ഇയാൾ കുടിച്ച് കിടക്കാൻ സമയമാകുമ്പോൾ വരത്തില്ല. ഇവിടെ വരുന്നതിൻ്റെ അന്ന് രാവിലെയും കഴിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും, നീ ഞാൻ പേടിക്കുന്നു. കറക്റ്റായിട്ട് ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച എത്തി, വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ബാ പോകാമെന്ന്. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഇയാളെ മാതാവ് വിളിച്ചാണ്, ഇവിടെ വന്നിരിക്കുക. എനിക്ക് അത്രയ്ക്കും എന്തോ ഒരു ഇതുപോലെ ഞാൻ എന്തായാലും സഹിച്ചിരുന്നു. ഇരുന്നപ്പോൾ പിന്നെ വിചാരിച്ചു, പിന്നെ ഒരുപാട് മാറി. എനിക്ക് അത്രയ്ക്കും ഇതായിരുന്നു, ശരീരം കൊണ്ട് ഒരു എന്തോ ഇത്. അപ്പോൾ പിന്നെ ആയപ്പോൾ പതുക്കെ ഞാൻ മാറി തുടങ്ങി. പിന്നെ എനിക്ക് ഇവിടത്തെ കൂടെ ഒരു ടച്ച് ആവാൻ തുടങ്ങി. ഞാൻ അനുഗ്രഹമല്ല കുറേ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളതാണ്. പക്ഷെ അവിടത്തിനെക്കാട്ടിയൊക്കെ എന്തോ ഒരു ആത്മശക്തി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് ഞാൻ എന്തായാലും ഇനി ഒരു പ്രാവശ്യം കൂടെ വരും. എനിക്ക് എൻ്റെ ജോലി ലീവ് കിട്ടുകയാണെങ്കിൽ ഞാൻ വന്നിരിക്കും, അത് ഉറപ്പാണ്.